ബംഗളൂരു മൈസൂർ ദേശീയപാതയിൽ കെഎസ്ആർടിസി ബസ് അപകടത്തിൽപ്പെട്ട് 2 ജീവനക്കാർ മരിച്ച സംഭവത്തിൽ ദുരൂഹതയും ആശങ്കയുമേറുന്നു. കവർച്ചാ സംഘങ്ങൾ ബസിനു നേരെ നടത്തുന്ന മുട്ടയേറാണോ അപകടത്തിന് കാരണമായതെന്നാണ് സംശയിക്കുന്നത്. ഓഗസ്റ്റ് 8-ന് ബിഠത്തിക്ക് സമീപം ആവരഖേര റെയിൽവേ മേൽപ്പാലത്തിനടുത്ത് വെച്ചാണ് കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന കെഎസ്ആർടിസി ബസ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ബസ് റോഡ് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ബസിന്റെ ഡ്രൈവറായ കോഴിക്കോട് വെള്ളയിൽ സ്വദേശി മിഥിലേഷും കണ്ടക്ടറായ ചെവായൂർ സ്വദേശി അരുണും സംഭവ സ്ഥലത്തു വച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു. ബസ്സിലുണ്ടായിരുന്ന 20ഓളം യാത്രക്കാർക്ക് സാരമായി പരിക്ക് പറ്റുകയും ചെയ്തു. സംഭവം വെറുമൊരു ഡ്രൈവിംഗ് പിഴവോ യാദൃച്ഛികമായ അപകടമോ അല്ലെന്ന സംശയം ബലപ്പെടുത്തുന്നത് അപകട സ്ഥലത്തു നിന്ന് ലഭിച്ച തെളിവുകളായിരുന്നു. അപകടത്തിന് ശേഷം രക്ഷാപ്രവർത്തനത്തിന് എത്തിയ KMCC പ്രവർത്തകർ പകർത്തിയ ചിത്രങ്ങളിലും ദൃശ്യങ്ങളിലും ബസിന്റെ ഷാസിക്ക് മുകളിൽ പൊട്ടിയ മുട്ടയുടെ അവശിഷ്ടങ്ങൾ വ്യക്തമായി കാണാം. ബസിന്റെ മുൻ ഗ്ലാസിലേക്ക് മുട്ടയെറിയുമ്പോൾ വൈപ്പർ ഇട്ടാൽ കാഴ്ച പൂർണ്ണമായും മങ്ങിപ്പോവുകയും ഡ്രൈവർക്ക് വാഹനം നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും ചെയ്യും. ഈ തക്കം നോക്കി വാഹനം നിർത്തിക്കാനോ അപകടത്തിൽപ്പെടുത്താനോ അതിനുശേഷം ചിലപ്പോൾ യാത്രക്കാരെ കവർച്ച ചെയ്യാനോ ആണ് ഇത്തരം സംഘങ്ങൾ ശ്രമിക്കുന്നത്. ഈ ഒരു സംശയത്തിന് ആക്കം കൂട്ടുന്ന മറ്റൊരു സംഭവം തൊട്ടടുത്ത ദിവസങ്ങളിൽ അതേ പാതയിൽ നടക്കുകയുണ്ടായി. കോഴിക്കോട് ബംഗളൂരു ബസ് അപകടത്തിൽപ്പെട്ട അതേ ഭാഗത്ത് വെച്ച്, അതായത് ആവരഖേര റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ബുധനാഴ്ച രാത്രി 9:10-ന് കാസർകോട്ടേക്ക് പോവുകയായിരുന്ന മറ്റൊരു KSRTC സൂപ്പർ ഡീലക്സ് ബസിന് നേരെയും മുട്ടയേറുണ്ടായി. റോഡിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന സർവീസ് റോഡിൽ നിന്ന 3 പേരാണ് ബസിന്റെ ഡ്രൈവിംഗ് ക്ലാസ്സിലേക്ക് മുട്ടകൾ എറിഞ്ഞതെന്ന് ഡ്രൈവർ B സുരേഷ് വ്യക്തമാക്കുകയും ചെയ്തു. ബിഠത്തി രാമനഗര മേഖലകളിൽ കേരള രജിസ്ട്രേഷൻ വാഹനങ്ങളെയും ദീർഘദൂര ബസ്സുകളെയും ലക്ഷ്യമിട്ട് ആക്രമണങ്ങളും കവർച്ചാ ശ്രമങ്ങളും പതിവാണെന്ന് പ്രദേശവാസികളും സ്ഥിരം യാത്രക്കാരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുട്ടയെറിഞ്ഞ് കാഴ്ച മറച്ച് വാഹനം അപകടത്തിൽപ്പെടുത്തുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്ത ശേഷം കൊള്ളയടിക്കുന്ന പ്രവണത ഈ ഭാഗങ്ങളിൽ വർദ്ധിച്ചു വരികയാണ്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് സമഗ്രമായ അന്വേഷണത്തിന് അധികൃതർ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട ബസ്സിൽ കണ്ടെത്തിയ മുട്ടയുടെ അവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യമുയർന്നിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ ഫോറൻസിക് പരിശോധനയും അന്വേഷണവും നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മന്ത്രി CP ജോൺ കർണാടക സർക്കാരിന് കത്തു നൽകി. കൂടാതെ KSRTC മാനേജ്മെന്റും ദൃശ്യങ്ങൾ സഹിതം KMCC ഭാരവാഹികളും കർണാടക ആഭ്യന്തരമന്ത്രിക്കും പോലീസിനും ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. ദുരൂഹത നീക്കി കുറ്റക്കാരെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് KSRTC ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും ആവശ്യം.